ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ജൂലൈ 27 നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. ആൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സർപ്രൈസ് നമ്മൾ കൊടുക്കുമെന്ന്. ആസ് എ യൂഷ്വൽ ഡേ ആൾ എഴുന്നേറ്റ് നമ്മൾ കോഫി കുടിക്കാനായിട്ട് വിളിച്ചു. കൂടുതൽ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ദാ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ കേക്കായിരുന്നു കേട്ടോ ആൾക്ക് സർപ്രൈസ് ചെയ്യാൻ വേണ്ടി കൊടുത്തത്. ഒരു അറ്റംപ്റ്റ് ആയിരുന്നു, എങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ വിജയിച്ചു എന്ന് തോന്നുന്നു. എല്ലാവരും കഴിച്ചെല്ലാവരും വളരെ നല്ല അഭിപ്രായം എന്ന് പറഞ്ഞത്. കേക്ക് തയ്യാറായി വന്നപ്പോൾ ഞങ്ങൾ ആകെ ഞെട്ടിപ്പോയി. കാരണം ഇതെങ്ങനെ ഒരു കേക്കിന്റെ രൂപത്തിലാക്കിയെടുക്കും എന്നൊരു അത്ഭുതമായിരുന്നു. ഇതാ കണ്ടില്ലേ, ഇങ്ങനെയായിരുന്നു നമ്മൾ ബേക്ക് ചെയ്ത് വന്നപ്പോൾ ഉണ്ടായിരുന്നത്. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് അലങ്കോല പണികളൊക്കെ ചെയ്തിട്ടാണ് അതിനൊരു കേക്കിന്റെ രൂപത്തിലേക്ക് ആക്കിയെടുത്തത്. കേക്ക് ഉണ്ടാക്കാൻ അറിയാവുന്നവർ എന്നോട് ക്ഷമിക്കണം കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റ് ആയിരുന്നു. എത്രത്തോളം വിജയിച്ചു എന്ന് കാണുന്ന നിങ്ങൾക്കറിയാൻ പറ്റും. എങ്കിലും ഇത്രയെല്ലാം തലേദിവസം ചെയ്ത് വെച്ചതിന് ശേഷമാണ് ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോയത്. എനിക്കന്ന് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു കേട്ടോ. പിറ്റേ ദിവസം രാവിലെ വന്ന പാട് തന്നെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് ബർത്ത്ഡേക്ക് ഇവനെ വിളിച്ചത്. ദാ റെഡിയാക്കുന്നതാട്ടോ ഈ കാണുന്നത്. രണ്ടുപേരും കൂടെ ഹാപ്പി ബർത്ത്ഡേ സ്റ്റിക്കും കാൻഡിൽസും ഒക്കെ കുത്തി കത്തിച്ച് റെഡിയാക്കി വെച്ചിട്ടാണ് ആള് വിളിക്കാൻ പോയത്. ആള് ജസ്റ്റ് കോഫി കുടിക്കാന്നുള്ള രീതിയിൽ വന്നു. കണ്ടപാടെ ഞെട്ടിപ്പോയി. പക്ഷെ ആ എക്സൈറ്റിംഗ് മൊമെന്റ്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു സംഭവം നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കുന്നത്. എങ്കിലും ആള് ഭയങ്കര സന്തോഷത്തോടു കൂടെ തന്നെ കേക്കൊക്കെ കട്ട് ചെയ്തു സന്തോഷമായി തന്നെ കഴിച്ചു. എല്ലാം നമ്മൾ വിചാരിച്ചതിലും ഭംഗിയായി തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. ഇതാളുടെ റൂംമേറ്റ് ആട്ടോ. ആളുടെ കുറെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഷാരികയുടെ ബർത്ത്ഡേ എന്തായാലും സർപ്രൈസ് കേക്ക് കൊടുത്ത് തന്നെ ആഘോഷിക്കണമെന്ന്. അതും നടന്നു കിട്ടി. ദാ ഇറച്ചി വെട്ടുന്ന കത്തിയും വെച്ചിട്ട് കേക്ക് മുറിക്കുന്ന ആളെ കണ്ടോ, അത് അമ്മൂസാട്ടോ. അവൾ എല്ലാവർക്കും കേക്കൊക്കെ കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എന്താ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഗിഫ്റ്റ് അവിടെ തന്നെ അൺബോക്സ് ചെയ്യാൻ ഞങ്ങൾ പറഞ്ഞത്, പക്ഷെ അത് അവൾ ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ സാധാരണ കുളിക്കാൻ വലിയ മടിയായത് കൊണ്ടൊരു ഷവർ ജെല്ലൂടെ വാങ്ങിക്കൊടുത്തു. കുളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. എനിവേ ഹാപ്പി ബർത്ത്ഡേ ടു യു ഷാരിക. കുറച്ച് ദിവസങ്ങളായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു ഈ സർപ്രൈസ് കേക്ക്. നമുക്കറിയാത്തൊരു കാര്യമാണല്ലോ, എത്രമാത്രം വിജയിക്കും നമുക്കറിയില്ലല്ലോ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.